ഡീസ് കുക്കിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലാത്ത നമ്മൾ മലയാളികൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട സ്നാക്കായ പരിപ്പ് വടയാണ്. നല്ല നാടൻ പരിപ്പ് വട. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് പരിപ്പാണ്. സാധാരണയായി കടലപ്പരിപ്പ് അല്ലെങ്കിൽ വടപരിപ്പ് ഇത് ഉപയോഗിച്ചാണ് പരിപ്പ് വട ഉണ്ടാക്കാറുള്ളത്. ചിലർ പീസ് പരിപ്പും ഉപയോഗിക്കാറുണ്ട് ഇത് ഉണ്ടാക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് കടലപ്പരിപ്പാണ്. ഈ കടലപ്പരിപ്പ് ഞാൻ ഒരു 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് നല്ലോണം ഡ്രൈ ആക്കി എടുത്തതാണ്. ഇതിലൊട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. നമുക്ക് ആദ്യം തന്നെ ഇതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പെടുത്ത് മാറ്റി വയ്ക്കാം. പരിപ്പ് അരച്ചതിന് ശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമ്മൾ ഈ പരിപ്പും കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ടാണ് വട ഉണ്ടാക്കുന്നത്. ഇനി ബാക്കിയുള്ള പരിപ്പ് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫൈനായിട്ട് അരയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ ഇത്. അതും വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ചതച്ചെടുക്കാൻ. മിക്സിയുടെ ജാറിൽ ബാച്ചായിട്ട് വേണം ഇത് ഇട്ട് അരയ്ക്കാൻ. ഒരുമിച്ചിട്ട് അരയ്ക്കരുത്. നല്ല കോഴ്സായിട്ട് അരച്ചെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ പരിപ്പൊക്കെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, ഒരു 6 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, 7 വറ്റൽമുളക് ചെറുതായി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത്, കുറച്ചധികം കറിവേപ്പിലയും കുറച്ചധികം മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി വടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുതിർത്ത കടലപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. ഇത് ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിനുള്ള വട വേണോ അതിനനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കി ഇതിന്ന് എടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ ഉള്ളംകൈയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് തിന്നാവാനും പാടില്ല. നടുഭാഗത്ത് ചെറിയൊരു തിക്നെസ്സും സൈഡ്സിൽ തിന്നായിട്ടും പരത്തിയെടുക്കണം. ഇനി നമുക്കിത് ചൂടുള്ള എണ്ണയിലേക്കിട്ട് വറുത്ത് കോരാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പുറത്ത് വേഗം തന്നെ കളർ ചേഞ്ച് ആവുകയും അകത്ത് വേവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കരിയാനും ചാൻസ് ഉണ്ട്. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.